വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ 6ാമത്തെ അധ്യായമായ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിലെ ഡിസ്പേഴ്സൺ അളക്കുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന 3ാമത്തെ ടൂളായ മീൻ ഡീവിയേഷനെ പറ്റിയിട്ടാണ്, അഥവാ MD പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിസ്പേഴ്സനെ പറ്റിയിട്ടും വിവിധ തരം മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സനെ പറ്റിയിട്ടും ധാരണയില്ലാത്തവർ ദയവായി ഈ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം ഈ പാർട്ട് 2 വീഡിയോ കാണുക. എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ ഈ പാർട്ട് 2 വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്പേഴ്സൺ അളക്കുന്നതിന് പ്രധാനമായിട്ടും 5 ടൂളുകളാണുള്ളത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ പ്രധാനമായിട്ടും 5 എണ്ണമാണുള്ളത്. ഡിസ്പേഴ്സൺ അളക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ 5 ടൂളുകളാണ്, 5 മെത്തേഡുകളാണ്, 5 രീതികളാണ് ഉപയോഗിക്കുന്നത്. 1 റേഞ്ച്, 2 കോട്ടേൽ ഡീവിയേഷൻ അഥവാ QD, 3 മീൻ ഡീവിയേഷൻ അഥവാ MD, 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ SD, 5 ലോറൻസ് കർവ് അഥവാ ലോറൻസ് വക്രം. ഈ 5 ടൂളുകളുമാണ് പ്രധാനമായിട്ടും ഡിസ്പേഴ്സൺ അളക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഡിസ്പേഴ്സൺ എന്നറിയാത്തവർ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ കാണണം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്പേഴ്സൺ അളക്കുന്നതിനുള്ള ആദ്യത്തെ 2 മെത്തേഡുകളായ റേഞ്ചിനെ പറ്റിയിട്ടും കോട്ടേൽ ഡീവിയേഷനെ പറ്റിയിട്ടും നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്പേഴ്സൺ അളക്കുന്നതിനുള്ള 3ാമത്തെ മെത്തേഡായ മീൻ ഡീവിയേഷനെ പറ്റിയിട്ടാണ്, MD പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റേഞ്ചും കോട്ടേൽ ഡീവിയേഷനും ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും കണ്ടെത്തിയതുപോലെ തന്നെ മീൻ ഡീവിയേഷനും നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. MDയും നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും വ്യക്തിഗത ശ്രേണിയിലും അസന്തത ശ്രേണിയിലും സന്തത ശ്രേണിയിലും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ മീൻ ഡീവിയേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട്, മീൻ ഡീവിയേഷനെ പറ്റി പറയുന്നതിന് മുൻപേ ആയിട്ട്, മീൻ ഡീവിയേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അരിതമാറ്റിക് മീനും മീഡിയനും മോഡും നിങ്ങൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അരിതമാറ്റിക് മീനും മീഡിയനും മോഡും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മീൻ ഡീവിയേഷൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അരിതമാറ്റിക് മീനും മീഡിയനും മോഡും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അരിതമാറ്റിക് മീനും മീഡിയനും മോഡും ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും പഠിക്കേണ്ടത് നിർബന്ധമാണ്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അരിതമാറ്റിക് മീനും മീഡിയനും മോഡും ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും പഠിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് ചുരുക്കം. കാരണം ഈ മീൻ ഡീവിയേഷൻ ഒക്കെ കാണുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? അരിതമാറ്റിക് മീനും മീഡിയനും മോഡും കണ്ടെത്തലാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ വഴി. അപ്പോ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള സ്റ്റെപ്പും ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള 1ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കണ്ടെത്തുക. ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തലാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള 1ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾക്ക് മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടെത്താനുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫൈൻഡ് ഔട്ട്
mean deviation from arithmetic mean from the following data. Find out mean deviation from arithmetic mean from the following data. അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയുടെ മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അരിതമാറ്റിക് മീൻ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയുടെ മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണ് കൊടുത്തിട്ടുള്ളത്. എത്രയൊക്കെയാണ് സംഖ്യകൾ കൊടുത്തിട്ടുള്ളത്? 200, 300, 400, 500, 600 ഇങ്ങനെ 5 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് അരിതമാറ്റിക് മീൻ കണ്ടുപിടിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ ഇതിലേതെങ്കിലും ഒന്ന് കണ്ടെത്തലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ മോഡിനും മീഡിയനും പകരം എന്താണ് കണ്ടെത്തേണ്ടത്? അരിതമാറ്റിക് മീൻ ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പ്രകാരം കണ്ടെത്തേണ്ടത്, മോഡും മീഡിയനുമല്ല. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നുണ്ട് മീൻ ഡീവിയേഷൻ എന്തെന്നാണ് കണ്ടെത്തേണ്ടത്? അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തേണ്ടത്. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം അരിതമാറ്റിക് മീൻ എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട്. അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ മീഡിയനും മോഡല്ല കണ്ടെത്തേണ്ടത്, അരിതമാറ്റിക് മീൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നതെങ്കിലോ, ഫൈൻഡ് ഔട്ട് മീൻ ഡീവിയേഷൻ ഫ്രം മോഡ്. മോഡിൽ നിന്നും മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളായിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം അരിതമാറ്റിക് മീനും മീഡിയനും അല്ല കണ്ടെത്തുക, മോഡായിരുന്നു കണ്ടെത്തുക. നമ്മളോട് ക്വസ്റ്റ്യനിൽ അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ മീഡിയനും മോഡും കണ്ടെത്തുന്നതിന് പകരം അരിതമാറ്റിക് മീൻ കണ്ടെത്തുന്നു. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് അരിതമാറ്റിക് മീൻ കണ്ടെത്തുക എന്നതിനെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ +1 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 5ാമത്തെ അധ്യായമായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ അഥവാ എക്സ് ബാർ കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിതമാറ്റിക് മീനെ തന്നെയാണ് നമ്മൾ മീൻ അഥവാ എക്സ് ബാർ എന്ന് വിളിക്കുന്നത്. അരിതമാറ്റിക് മീൻ എന്ന് പറഞ്ഞാലും എക്സ് ബാർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോ ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? എക്സ് ബാർ എന്നാണ് അരിതമാറ്റിക് മീനെ ഡിനോട്ട് ചെയ്യുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? അരിതമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. ഇവിടെ സിഗ്മ എക്സ്, ഇതിലെ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻഡിവിജ്വൽ സീരീസിൽ അരിതമാറ്റിക് മീൻ കണ്ടെത്താനായി കൊടുത്ത സംഖ്യകളെയാണ് എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഉദാഹരണ പ്രകാരം 200 എക്സ് ആണ്, 300 എക്സ് ആണ്, 400 എക്സ് ആണ്, 500 എക്സ് ആണ്, 600 എക്സ് ആണ്. അപ്പൊ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊടുത്ത സംഖ്യകളുടെ ടോട്ടൽ 200, 300, 400, 500, 600 കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് നമ്മൾ സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം സിഗ്മ എക്സ് എത്ര? 200 പ്ലസ് 300 പ്ലസ് 400 പ്ലസ് 500 പ്ലസ് 600 സമം 2000. സിഗ്മ എക്സ് നമുക്ക് എത്ര കിട്ടി? 2000 എന്ന് കിട്ടി. ഇനി അരിതമാറ്റിക് മീൻ കണ്ടെത്തുന്നതിൽ ഇക്വേഷനിൽ ആവശ്യമായ n കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ലെറ്റർ n കണ്ടുപിടിക്കണം. ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ n എന്നത് പറയുന്നത് സംഖ്യകളുടെ എണ്ണമാണ്. നമുക്ക് മീൻ ഡീവിയേഷൻ അഥവാ അരിതമാറ്റിക് മീൻ കണ്ടെത്താനായി എത്ര സംഖ്യകളാണോ കൊടുത്തിട്ടുള്ളത് ആ സംഖ്യകളുടെ എണ്ണത്തിനെയാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എത്ര സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്? 200, 300, 400, 500, 600. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. കാരണം 5 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. സിഗ്മ എക്സ് നമുക്ക് 2000 എന്ന് കിട്ടി, n നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് അരിതമാറ്റിക് മീൻ കണ്ടുപിടിച്ചൂടെ? അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അരിതമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ n എന്നാണ്. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം സിഗ്മ എക്സ് 2000 ആണ്, n 5 ആണ്. അപ്പോൾ അരിതമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു 2000 ഹരിക്കണം 5. 2000നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 400 എന്ന് കിട്ടും. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്ക് അരിതമാറ്റിക് മീൻ അഥവാ എക്സ് ബാർ അഥവാ മീൻ എത്ര കിട്ടി? 400 എന്ന് കിട്ടി.
അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു. ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. അരിതമാറ്റിക് മീനോ മീഡിയനോ മോഡോ ഇതിൽ ഏതെങ്കിലും കണ്ടെത്തലാണ് മീൻ ഡീവിയേഷൻ അഥവാ MD ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അരിതമാറ്റിക് മീൻ കണ്ടുപിടിച്ചു. കാരണം നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ അരിതമാറ്റിക് മീനിൽ നിന്നാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൽ മോഡിൽ നിന്നും മോഡിനും മീഡിയനും പകരം അരിതമാറ്റിക് മീൻ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പ്, മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ രണ്ട് വരകൾക്കിടയിൽ സൂചിപ്പിച്ചിട്ടുള്ള ആ സ്മോൾ ലെറ്റർ D ആണ് മോഡുലസ് എന്ന് വിളിക്കുന്നത്. രണ്ട് വരകൾക്കുള്ളിൽ സൂചിപ്പിച്ചിട്ടുള്ള സ്മോൾ ലെറ്റർ D ആണ് നമ്മൾ മോഡുലസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ മോഡുലസ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക. ഇനി നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം. മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വരകൾക്കുള്ളിൽ സൂചിപ്പിച്ചിട്ടുള്ള സ്മോൾ ലെറ്റർ D ആണ്. മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? മോഡുലസ് ഇസ് ഈക്വൽ ടു അരിതമാറ്റിക് മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. എക്സിൽ നിന്നും നമുക്ക് കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പ്രകാരം മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറും? മോഡുലസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ എന്നായി മാറും. ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പ്രകാരം മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറും? മോഡുലസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ. എന്തുകൊണ്ടാണ് ഇവിടെ മോഡുലസ് കണ്ടെത്താൻ മോഡുലസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മോഡ് അഥവാ എക്സ് മൈനസ് മീഡിയൻ എന്ന് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറിയത്? മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ എന്നായി മാറിയത്. അപ്പോ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്ക് മോഡുലസ് കണ്ടെത്തി നോക്കാം. എങ്ങനെയാണ് മോഡുലസ് കണ്ടെത്തുക? നമ്മൾ ആ ഇൻഡിവിജ്വൽ സീരീസിനോടൊപ്പം പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യും. കോളത്തിന്റെ ഹെഡിങ് നമ്മൾ കൊടുക്കും മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ എന്ന് കൊടുക്കും. അപ്പോ എങ്ങനെയാ കണ്ടെത്തുക? എക്സ് എന്ന് പറഞ്ഞാൽ 200, 300, 400, 500, 600 ഇതിനെയാണ് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അരിതമാറ്റിക് മീൻ നമ്മൾ കണ്ടെത്തി. എത്രയാണ് നമുക്ക് അരിതമാറ്റിക് മീൻ കിട്ടിയത്? 400 ആണ്. അപ്പൊ നമ്മൾ മോഡുലസ് എങ്ങനെയാ കണ്ടെത്തുക? 200 മൈനസ് 400, 300 മൈനസ് 400, 400 മൈനസ് 400, 500 മൈനസ് 400, 600 മൈനസ് 400. അപ്പൊ നമുക്ക് ആദ്യം 200 മൈനസ് 400 കണ്ടെത്തി നോക്കാം. 200 മൈനസ് 400 നമുക്കറിയാം മൈനസ് 200 ആണ്. 200 400 കുറച്ചാൽ മൈനസ് 200 ആണ് കിട്ടുക. പക്ഷെ ശ്രദ്ധിക്കണം, മീൻ ഡീവിയേഷൻ കണ്ടെത്തുമ്പോൾ മീൻ ഡീവിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൈനസിന്റെ ചിഹ്നം ഉപയോഗിക്കില്ല. നമുക്ക് കറക്റ്റ് മീൻ ഡീവിയേഷന്റെ യഥാർത്ഥ മൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കുന്നത്. 200 400 മൈനസ് ചെയ്താൽ നമുക്കറിയാം മൈനസ് 200 ആണ്. പക്ഷേ മീൻ ഡീവിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൈനസിന്റെ ചിഹ്നം ഇഗ്നോർ ചെയ്യും. അപ്പൊ 200 മൈനസ് 400 നമ്മൾ 200 എന്നിട്ട് വെക്കും. അടുത്തതോ 300 മൈനസ് 400, മൈനസ് 100 എന്ന് പറയരുത്, വെറും 100. അടുത്തതോ 400 മൈനസ് 400, 0. അടുത്തതോ 500 മൈനസ് 400, 100. അടുത്തതോ 600 മൈനസ് 400, 200. അപ്പൊ മോഡുലസ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? മോഡുലസ് ആദ്യം നമുക്ക് 200 എന്ന് കിട്ടി. ആ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. പിന്നീട് നമുക്ക് 0 എന്ന് കിട്ടി. പിന്നീട് നമുക്ക് 100 എന്ന് കിട്ടി. പിന്നീട് നമുക്ക് 200 എന്ന് കിട്ടി. അപ്പൊ മോഡുലസ് നമുക്ക് 200, 100, 0, 100, 200 ഇങ്ങനെ കിട്ടി. ഇതാണ് മോഡുലസ് കണ്ടുപിടിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫുൾഫിൽ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ മോഡുലസ്. മോഡുലസിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇപ്പോ നമ്മൾ കണ്ടെത്തിയ മോഡുലസിന്റെ തുകയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതായത് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 100, 200 പ്ലസ് 100 പ്ലസ് 0 പ്ലസ് 100 പ്ലസ് 200. ഇപ്പൊ ഈ മോഡുലസിൽ കിട്ടിയ തുകയുടെ ടോട്ടൽ കണ്ടെത്തുക. അപ്പോ എങ്ങനെ വരിക? 200 പ്ലസ് 100 പ്ലസ് 0 പ്ലസ് 100 പ്ലസ് 200 സമം എത്ര കിട്ടും നമുക്ക്?
600 എന്ന് കിട്ടും. 600 എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ മോഡുലസ് നമുക്ക് എത്ര കിട്ടി? 600 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു. സിഗ്മ മോഡുലസ് കണ്ടെത്തി, 600 എന്ന് കിട്ടി. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് n, ക്യാപിറ്റൽ ലെറ്റർ n കണ്ടെത്തുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സീരീസിൽ n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ അഥവാ നമ്പർ ഓഫ് ഡാറ്റ എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര സംഖ്യയാണോ കൊടുത്തിട്ടുള്ളത് ആ സംഖ്യകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ n കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 5 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ മോഡുലസ് നമുക്ക് എത്ര കിട്ടി? 600 എന്ന് കിട്ടി. n നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫോളോ ചെയ്യേണ്ട, ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ ഫോളോ ചെയ്യേണ്ട അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് MD is equal to or mean deviation is equal to sigma modulus divided by n എന്നാണ് ഇക്വേഷൻ. MD is equal to sigma modulus divided by n എന്നാണ് ഇക്വേഷൻ. സിഗ്മ മോഡുലസ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 600 എന്ന് കിട്ടി. n നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 5 എന്ന് കിട്ടി. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടെത്തുക? മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡിവൈഡഡ് ബൈ n ആയതുകൊണ്ട് മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 600 ആയിരിക്കണം 5. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 600 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ മോഡുലസിന്റെ ടോട്ടൽ 600 ആണ്. ഈ n എങ്ങനെ 5 കിട്ടിയെന്ന് ചോദിച്ചാൽ 5 സംഖ്യകളാണ് കിട്ടിയത്. 600നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. 600നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 120 എന്ന് കിട്ടും. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്ക് മീൻ ഡീവിയേഷൻ അഥവാ MD നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുക. നമ്മൾ റേഞ്ചും കോട്ടേൽ ഡീവിയേഷനും ഡിസ്കസ് ചെയ്തപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചും കോഎഫിഷ്യന്റ് ഓഫ് കോട്ടേൽ ഡീവിയേഷനും റേഞ്ചിന്റെ ഗുണാങ്കവും കോഎഫിഷ്യന്റ് ഓഫ് കോട്ടേൽ ഡീവിയേഷന്റെ ഗുണാങ്കവും നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ മീൻ ഡീവിയേഷന്റെ ഗുണാങ്കവും നമ്മൾ കണ്ടെത്താൻ പഠിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അഥവാ കോഎഫിഷ്യന്റ് ഓഫ് MD കണ്ടെത്താനും നമ്മൾ പഠിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ അഥവാ കോഎഫിഷ്യന്റ് ഓഫ് MD കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് MD is equal to മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് MD is equal to MD ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള മീൻ ഡീവിയേഷന്റെ ഗുണാങ്കം കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറിത്തീരും? കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഓർ കോഎഫിഷ്യന്റ് ഓഫ് MD is equal to MD ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ എന്നായി മാറും. കാരണം നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മോഡിൽ നിന്നും മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്നായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി തീരുമായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് MD is equal to MD ഡിവൈഡഡ് ബൈ മോഡ് എന്നായി മാറുമായിരുന്നു. മോഡിൽ നിന്നാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളതായിരുന്നുവെങ്കിൽ. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറി? കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ is equal to MD ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ എന്നായി മാറി. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് മീൻ ഡീവിയേഷൻ 120 എന്ന് കിട്ടി. അരിതമാറ്റിക് മീൻ നമുക്ക് 400 എന്നാണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എങ്ങനെ കാണാം? കോഎഫിഷ്യന്റ് ഓഫ് MD is equal to 120 ആയിരിക്കണം 400. 120നെ 400 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 0.3 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷനും അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്തുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. അരിതമാറ്റിക് മീനോ മീഡിയനോ മോഡോ കണ്ടെത്തലായിരുന്നു ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തുക. നമ്മളോട് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം അരിതമാറ്റിക് മീൻ ആണ് കണ്ടെത്തേണ്ടത്. മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ മീഡിയൻ ആണ് കണ്ടെത്തേണ്ടത്.
ഇങ്ങനെ സെൻട്രൽ ടെൻഡൻസി അളക്കുന്നതിനുള്ള ആവറേജ് അളക്കുന്നതിനുള്ള അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കണ്ടെത്തലാണ് മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. എക്സിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന തുകയാണ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ മോഡുലസ് കണ്ടുപിടിക്കലാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് സിഗ്മ മോഡുലസ്. മോഡുലസിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ കണ്ടെത്തിയ മോഡുലസിന്റെ തുക കൂട്ടി നോക്കുക, അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് എൻ കണ്ടുപിടിക്കുക. ഇവിടെ എൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സീരീസിൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ് നമ്മൾ അഞ്ചാമത് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എം ഡി ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡിവൈഡഡ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. മീൻ ഡീവിയേഷനെ അരിതമാറ്റിക് മീൻ കൊണ്ടോ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അരിതമാറ്റിക് മീൻ കൊണ്ടോ അല്ലെങ്കിൽ മീഡിയൻ കൊണ്ടോ അല്ലെങ്കിൽ മോഡ് കൊണ്ടോ ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താൻ സാധിക്കും. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസ് കഴിഞ്ഞതിന് ശേഷം മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സീരീസ് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സീരീസ്, അസന്തത ശ്രേണി. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനായി ആദ്യം ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. ഡിസ്ക്രീറ്റ് സീരീസിന്റെ അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കണ്ടെത്തലാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തലാണ് ഇൻഡിവിജ്വൽ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ അതേ ഇക്വേഷൻ തന്നെയാണ്. മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. എക്സിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കുറച്ചാൽ കിട്ടുന്ന തുകയാണ് എന്ത്? മോഡുലസ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡുലസ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്തിലെ സംഖ്യയാണ്. ഇങ്ങനെ ആദ്യത്തെ കോളത്തിൽ ഉള്ള സംഖ്യയെ മോഡുലസ് കോളത്തിൽ കിട്ടിയ സംഖ്യയിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഇങ്ങനെ ആദ്യത്തെ കോളത്തിലെ സംഖ്യയെ അരിതമാറ്റിക് മീനോ ആ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ കോളത്തിലെ സംഖ്യയിൽ നിന്ന് അരിതമാറ്റിക് മീനോ ഡിസ്ക്രീറ്റ് സീരീസിലെ ആദ്യത്തെ കോളത്തിലെ സംഖ്യയിൽ നിന്ന് അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന തുകയാണ് മോഡുലസ്. മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. ഇങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രകാരം മോഡുലസ് കണ്ടെത്തിയതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻറ്റു മോഡുലസ്. നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ രണ്ട് കോളം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ സംഖ്യയും മോഡുലസ് കോളത്തിലെ സംഖ്യയും ഗുണിച്ചാൽ കിട്ടുന്ന തുകയാണ് നമ്മൾ എഫ് മോഡുലസ് എന്ന് പറയാം. ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ സംഖ്യയും ആവർത്തി കോളത്തിലെ സംഖ്യയും ഫ്രീക്വൻസി കോളത്തിലെ സംഖ്യയും മോഡുലസ് കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടിയ തുകയും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് എഫ് മോഡുലസ് എന്ന് പറയാം. ഫ്രീക്വൻസിന്റെ മോഡുലസ്. ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളവും നമുക്ക് മോഡുലസ് കണ്ടെത്തുമ്പോൾ കിട്ടുന്ന തുകയും തമ്മിൽ ഗുണിക്കുക. അത് കണ്ടെത്തലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. ഇങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്തതിന് ശേഷം ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. ഫ്രീക്വൻസി ഇൻറ്റു മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടെത്തിയ എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തലാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. ഫ്രീക്വൻസി കോളത്തിന്റെ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ
ടോട്ടൽ കണ്ടുപിടിക്കുക. ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ള തുകകളുടെ ടോട്ടൽ കണ്ടുപിടിക്കലാണ് ഈ ഒരു സിഗ്മ ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് മീൻ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് മീൻ ഡീവിയേഷൻ ഓർ എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇൻഡിവിജ്വൽ സീരീസിൽ അതേപോലെ തന്നെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഓർ കോഎഫിഷ്യന്റ് ഓഫ് എം ഡി is equal to എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ ഇൻഡിവിജ്വൽ സീരീസിൽ നിങ്ങൾക്ക് മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പുകൾ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താനുള്ള സ്റ്റെപ്പുകൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. ഡിസ്ക്രീറ്റ് സീരീസിന്റെ അരിതമാറ്റിക് മീനോ മീഡിയനോ മോഡോ കണ്ടെത്തലാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും മീഡിയനിൽ നിന്നും അല്ലെങ്കിൽ മോഡിൽ നിന്നും അല്ലെങ്കിൽ അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ. അപ്പൊ ക്വസ്റ്റ്യനിൽ ഏത് ആവറേജ് ആണോ കണ്ടെത്താൻ പറയുന്നത്, ആവറേജ് കണ്ടെത്താനുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ പറയുന്നത്, ആ മെത്തേഡ് കണ്ടുപിടിക്കലാണ്. ആ ശരാശരി കണ്ടെത്താനുള്ള ആ മീഡിയനോ മോഡോ അതുപോലെ തന്നെ അരിതമാറ്റിക് മീനോ കണ്ടെത്തലാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? മോഡുലസ് is equal to എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. ഡിസ്ക്രീറ്റ് സീരീസിലെ ആദ്യത്തെ കോളത്തിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കുറച്ചാൽ കിട്ടുന്ന തുകയാണ് മോഡുലസ്. ഇങ്ങനെ മോഡുലസ് കണ്ടെത്തലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ തുകയും അതുപോലെ തന്നെ മോഡുലസ് നമ്മൾക്ക് കിട്ടുന്ന തുകയും തമ്മിൽ ഗുണിക്കുക. ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ തുകയും മോഡുലസ് കോളത്തിലെ തുകയും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് എഫ് മോഡുലസ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാനാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ തുക ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് മീൻ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ is equal to എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മീൻ ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ചെയ്തുകൊണ്ട് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പഠിക്കാം. മീൻ ഡീവിയേഷൻ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ സൈഡിൽ അഥവാ ക്വസ്റ്റ്യനിൽ കാണുന്നത്. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ, ടേക്ക് ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മീഡിയൻ ഉപയോഗിച്ചുകൊണ്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുപയോഗിച്ചിട്ടാണ്? അരിതമാറ്റിക് മീൻ ഉപയോഗിച്ചിട്ടാണോ, മീഡിയൻ ഉപയോഗിച്ചിട്ടാണോ, മോഡ് ഉപയോഗിച്ചിട്ടാണോ നമ്മളോട് മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ടേക്ക് ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മീൻ ഡീവിയേഷൻ എന്തിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്? മീഡിയനിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മീഡിയൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്താനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു സീരീസ് എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടെത്താൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ചുരുക്കം. അപ്പോൾ നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ടേക്ക് ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഉപയോഗിച്ചുകൊണ്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം അരിതമാറ്റിക് മീൻ ആണോ, മീഡിയൻ ആണോ, മോഡാണോ കണ്ടെത്തേണ്ടത്? അരിതമാറ്റിക് മീൻ അല്ല, മീഡിയൻ ആണ് കണ്ടെത്തേണ്ടത്.
അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മീഡിയൻ ആണ് കണ്ടെത്തേണ്ടത്. കാരണം ക്വസ്റ്റ്യനിൽ നമ്മളോട് ടേക്ക് ഡീവിയേഷൻ ഫ്രം മീഡിയൻ ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് നമ്മളോട് സൂചിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് മീഡിയൻ കണ്ടെത്തണം. അപ്പൊ നമുക്ക് എക്സ് കോളത്തിലെ സംഖ്യകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2, 4, 6, 8, 10 ഇങ്ങനെയാണ് എക്സ് കോളത്തിലെ ആദ്യത്തെ കോളത്തിലെ സംഖ്യ. രണ്ടാമത്തെ കോളത്തിൽ എഫ് കോളത്തിൽ ഫ്രീക്വൻസി കോളത്തിൽ ആവൃത്തി കോളത്തിൽ 1, 4, 6, 4, 1 ഇങ്ങനെയാണ് സംഖ്യകൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ കണ്ടെത്തുമ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടെത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി CF കണ്ടെത്തലാണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തലാണ്, സഞ്ചിതാവൃത്തി കണ്ടെത്തലാണ് മീഡിയൻ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടെത്തുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ പണി. അപ്പൊ CF എങ്ങനെ കാണുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്താനൊക്കെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മീഡിയൻ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്തപ്പോൾ പഠിച്ചതാണ്. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ CF കാണുക? എഫ് കോളത്തിലെ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ ആദ്യത്തെ സംഖ്യ CF കോളത്തിൽ ഇടുക, അതായത് 1 തന്നെ രേഖപ്പെടുത്തുക. പിന്നെ ഈ 1ഉം 4ഉം കൂട്ടുക. 1ഉം CF കോളത്തിലെ ആദ്യത്തെ സംഖ്യയും ഫ്രീക്വൻസി കോളത്തിലെ രണ്ടാമത്തെ കോളത്തിലെ രണ്ടാമത്തെ സംഖ്യയും കൂട്ടുക, തമ്മിൽ ആഡ് ചെയ്യുക. 1ഉം 4ഉം കൂട്ടിയാൽ 5 ആണ്. അടുത്തത് 5ഉം 6ഉം കൂട്ടിയാൽ 11 ആണ്. അടുത്തത് 11ഉം 4ഉം കൂട്ടിയാൽ 15 ആണ്. അടുത്ത 15ഉം 1ഉം കൂട്ടിയാൽ 16 ആണ്. ഇങ്ങനെ CF കണ്ടെത്തലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ CF കണ്ടെത്തിയതിനു ശേഷം ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടെത്താനായി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് മീഡിയൻ ഇസ് ഈക്വൽ ടു n+1/2th item എന്നാണ് ഇക്വേഷൻ. മീഡിയൻ ഇസ് ഈക്വൽ ടു n+1/2th item എന്നാണ് ഇക്വേഷൻ. നമുക്കറിയാം ഡിസ്ക്രീറ്റ് സീരീസിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി കോളത്തിന്റെ ടോട്ടൽ ആണ്. ഡിസ്ക്രീറ്റ് സീരീസിലെ n എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കോളത്തിന്റെ സംഖ്യകളുടെ ടോട്ടലാണ്. അതായത് ഇവിടെ 1+4+6+4+1, അതായത് ഇവിടെ ഈ രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ n എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ n എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടലാണ്. 1+4+6+4+1 നമുക്ക് 16 എന്ന് കിട്ടും. ഇനി നമുക്ക് മീഡിയൻ കണ്ടെത്താൻ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്തുകൂടെ? അത് മീഡിയൻ ഇസ് ഈക്വൽ ടു 16 + 1 ഹരിക്കണം 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 17/2. 17നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 8.5 എന്ന് കിട്ടും. 8.5 അല്ല, തെറ്റിദ്ധരിക്കരുത്, മീഡിയൻ 8.5 അല്ല. ഈ 8.5 എന്ന് പറയുന്ന തുക CF കോളത്തിൽ ഏത് സംഖ്യയുമായി പോവും എന്ന് നോക്കുക. ഈ 8.5 എന്ന് പറയുന്ന തുകയുടെ തൊട്ടു മുകളിൽ വരുന്ന CF കോളത്തിലെ ആദ്യത്തെ സംഖ്യ അപ്പോൾ അത് ഏതാ നമുക്ക് നോക്കാം. 8.5 എന്ന് പറയുന്ന തുകയുടെ തൊട്ടു മുകളിൽ വരുന്ന CF കോളത്തിലെ സംഖ്യ ഏതാണ്? 1 ആണ്? അല്ല. 5 ആണോ? അല്ല. 11 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ 11ന്റെ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ റൗണ്ട് വരയ്ക്കും. ഇപ്പൊ കിട്ടിയ 11 എന്ന് പറയുന്ന CFന്റെ എതിർവശം വരുന്ന ആദ്യത്തെ കോളത്തിലെ സംഖ്യയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മീഡിയൻ എന്ന് പറയുന്നത് 6. മീഡിയൻ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മീഡിയൻ കണ്ടെത്തി. മീഡിയൻ കണ്ടെത്താനായി ആദ്യം നമ്മൾ എന്താ ചെയ്തത്? CF കണ്ടെത്തി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി. CF കണ്ടെത്തിയതിനു ശേഷം നമ്മൾ മീഡിയൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. മീഡിയൻ ഇസ് ഈക്വൽ ടു n+1/2th item എന്നാണ് ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക്രീറ്റ് സീരീസിൽ n എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടലാണ്. ഇവിടെ 16 ആണ്. അപ്പൊ മീഡിയൻ സമം 16 + 1 ആയിരിക്കണം 2, 17 ആയിരിക്കണം 2, 8.5 എന്ന് കിട്ടി. മീഡിയൻ 8.5 അല്ല, ഈ 8.5ന്റെ മുകളിൽ വരുന്ന തൊട്ടടുത്ത വലിയ ആദ്യത്തെ സംഖ്യ, CF കോളത്തിലെ തൊട്ടടുത്ത ആദ്യത്തെ വലിയ സംഖ്യ, ഈ 8.5ന്റെ മുകളിൽ വരുന്ന CF കോളത്തിലെ തൊട്ടടുത്ത ഏറ്റവും വലിയ സംഖ്യ അത് 11 ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് വരയ്ക്കും. ഈ 11ന്റെ നേരെ എതിർവശം വരുന്ന ആദ്യത്തെ കോളത്തിലെ സംഖ്യയാണ് മീഡിയൻ, അതായത് 6. ഇവിടെ മീഡിയൻ നമുക്ക് 6 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടെത്തുക. അപ്പോ നമ്മൾ ഈ മീൻ ഡീവിയേഷന് ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞു. നമ്മൾ മീഡിയൻ കണ്ടെത്തി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ, MD കണ്ടെത്താൻ മോഡുലസ് കണ്ടുപിടിക്കുക. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ടേക്ക് ഡീവിയേഷൻ ഫ്രം മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞത് കൊണ്ട് മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറും? മോഡുലസ് ഇസ് ഈക്വൽ ടു x - മീഡിയൻ എന്നായി മാറും. ഇവിടെ എന്തുകൊണ്ടാണ് അരിത്തമാറ്റിക് മീനും മോഡൊന്നും വരാത്തത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മീഡിയൻ ഉപയോഗിച്ചുകൊണ്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറി? മോഡുലസ് ഇസ് ഈക്വൽ ടു x - മീഡിയൻ എന്നായി. അതായത് x എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളത്തിലെ സംഖ്യയാണ്, മീഡിയൻ നമുക്ക് 6 എന്ന് കിട്ടി.
അപ്പൊ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ മോഡുലസ് എങ്ങനെയായിരിക്കും? എക്സ് മൈനസ് മീഡിയൻ എന്നാണ്. എക്സ് ആദ്യത്തെ 2 ആണ്, മീഡിയന് 6 ആണ്. 2 മൈനസ് 6. ഞാൻ പറഞ്ഞിരുന്നു മോഡുലസ് കണ്ടെത്തുമ്പോൾ നമ്മൾ നെഗറ്റീവ് ചിഹ്നം ഒഴിവാക്കണം. 2 മൈനസ് 6 നെഗറ്റീവ് 4 ആണ്. നെഗറ്റീവിന്റെ മൈനസിന്റെ ചിഹ്നം ഇടണ്ട, വെറും 4 എന്നില്ല. അടുത്തത് എങ്ങനെ വരിക? 4 മൈനസ് 6. അടുത്ത എക്സ് 4 ആണ്, അതുകൊണ്ട് 4 മൈനസ് 6 മൈനസ് 2 അല്ല, 2 ആണ്. അടുത്തത് 6 മൈനസ് 6 സമം 0. അടുത്തത് 8 മൈനസ് 6 സമം 2. അടുത്തത് 10 മൈനസ് 6 സമം 4. അപ്പൊ മോഡുലസ് നമുക്ക് കിട്ടി. എങ്ങനെയാ മോഡുലസ് കിട്ടിയത്? നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ആദ്യത്തെ കോളത്തിലെ സംഖ്യയിൽ നിന്നും നമുക്ക് ഇപ്പൊ കിട്ടിയ മീഡിയൻ നമ്മൾ മൈനസ് ചെയ്തു. 2 മൈനസ് 6 4, മൈനസ് ചിഹ്നം ഒഴിവാക്കണം. 4 മൈനസ് 6 2, 6 മൈനസ് 6 0, 8 മൈനസ് 6 2, 10 മൈനസ് 6 4. ഇങ്ങനെ മോഡുലസ് കണ്ടെത്തി. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും ഫോളോ ചെയ്ത് കഴിഞ്ഞു, മോഡുലസ് കണ്ടെത്തി. അതിനുശേഷം പിന്നീട് ഫോളോ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡിവിഷൻ കണ്ടെത്താൻ എഫ് ഇൻറ്റു മോഡുലസ്, എഫ് മോഡുലസ് കണ്ടെത്തുക. ഫ്രീക്വൻസി ഇൻറ്റു മോഡുലസ്, ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ തുകയും ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ മോഡുലസ് ഇങ്ങനെ ഇപ്പൊ കിട്ടിയ മോഡുലസിലെ തുകയും തമ്മിൽ ഗുണിക്കുക. അതാണ് എഫ് മോഡുലസ്. ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളമായ എഫ് കോളത്തിലെ തുകയും ഇപ്പൊ നമുക്ക് കിട്ടിയ മോഡുലസും തമ്മിൽ ഗുണിക്കുക. അതായത് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം ആദ്യത്തെ എഫ് മോഡുലസ് എങ്ങനെയാണ്? 1 ഇൻറ്റു 4, 4 ഇൻറ്റു 2, 6 ഇൻറ്റു 0, 4 ഇൻറ്റു 2, 1 ഇൻറ്റു 4. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നതാണ് എഫ് മോഡുലസ്. അതായത് ഫ്രീക്വൻസി രണ്ടാമത്തെ കോളം ഇൻറ്റു മോഡുലസ്, അതാണ് എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം 1 ഇൻറ്റു 4 സമം 4. അടുത്തതോ 4 ഇൻറ്റു 2, 4 ഇൻറ്റു 2 സമം 8. അടുത്തതോ 6 ഇൻറ്റു 0 സമം 0. അടുത്തതോ 4 ഇൻറ്റു 2 സമം 8. അടുത്തതോ 1 ഇൻറ്റു 4 സമം 4. ഇപ്പൊ നമ്മൾ എഫ് മോഡുലസ് കണ്ടെത്തി. 4 8 0 8 4 എന്നിങ്ങനെ നമുക്ക് എഫ് മോഡുലസ് കിട്ടി. എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എഫ് കോളം ഇൻറ്റു മോഡുലസ് കോളം. 1 ഇൻറ്റു 4, 4 ഇൻറ്റു 2, 6 ഇൻറ്റു 0, 4 ഇൻറ്റു 2, 1 ഇൻറ്റു 4. അപ്പൊ നമുക്ക് എഫ് മോഡുലസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മോഡുലസ് ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടെത്താൻ അടുത്ത സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. ഇപ്പൊ കിട്ടിയ എഫ് മോഡുലസ് കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് സിഗ്മ എഫ് മോഡുലസ്. ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ്. സിഗ്മ എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കോളത്തിന്റെ ടോട്ടൽ 4 പ്ലസ് 8 പ്ലസ് 0 പ്ലസ് 8 പ്ലസ് 4 ഇത് കൂട്ടുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. എഫ് മോഡുലസ് നമുക്ക് സിഗ്മ എഫ് മോഡുലസ് 24 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സിഗ്മ എഫ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ. ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ നമ്മൾ മീഡിയൻ കണ്ടെത്തിയപ്പോൾ ചെയ്തതാണ്, എന്നു പറഞ്ഞിട്ട് ചെയ്തതാണ്. അതാണ് സിഗ്മ എഫ്. അതായത് ഇവിടെ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എൻ തന്നെയാണ്. 1 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 1 16 തന്നെയാണ് എന്ത് സിഗ്മ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീൻ ഡിവിഷൻ കണ്ടെത്താൻ ആവശ്യമായ സിഗ്മ എഫ് മോഡുലസ് നമുക്ക് 24 കിട്ടി, സിഗ്മ എഫ് 16 കിട്ടി. ഇനി പിന്നെ മോഡുലസ് കണ്ടെത്താൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. മോഡുലസ് കണ്ടെത്താൻ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്കറിയാം. മോഡുലസ് അല്ല, സോറി, മീൻ ഡിവിഷൻ കണ്ടെത്താൻ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. മീൻ ഡിവിഷൻ കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡിവിഷൻ കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? എം ഡി ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ ഇക്വേഷൻ ആണ് ഞാൻ ഇപ്പോൾ എഴുതിയത്. മീൻ ഡീവിയേഷൻ ഓർ എം ഡി ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. അതായത് ഇവിടെ എം ഡി ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് മോഡുലസ് എന്ന് പറയുന്നത് 24 ആണ്. 24 ഹരിക്കണം 16, സിഗ്മ എഫ് 16 ആണ്. 24നെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 1.5 എന്ന് കിട്ടും. മീൻ ഡീവിയേഷൻ എം ഡി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം 1.5 എന്ന് കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് എം ഡിയുടെ ഗുണാങ്കം കണ്ടെത്താനൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പക്ഷെ നമുക്കൊന്ന് എം ഡിയുടെ ഗുണാങ്കം ഒന്ന് കണ്ടെത്തി നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി ഒന്ന് കണ്ടെത്തി നോക്കാം. അപ്പൊ നമ്മൾ എഴുതും കോഎഫിഷ്യന്റ് ഓഫ് എം ഡി, കോഎഫിഷ്യന്റ് ഓഫ് എം ഡി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ നിന്നും
മീഡിയനിൽ നിന്നും മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞതുകൊണ്ട് എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയായി മാറും? കോഎഫിഷ്യന്റ് ഓഫ് എം ഡി ഈസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ മീഡിയൻ എന്നായി മാറും. കാരണം നമ്മളോട് ഡീവിയേഷൻ മീഡിയനിൽ നിന്നാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കാണാനുള്ള ഇക്വേഷൻ എം ഡി ഡിവൈഡഡ് ബൈ മീഡിയൻ എന്നായിരിക്കും. എം ഡി നമുക്ക് എത്ര കിട്ടിയത്? 1.5 ആണ്. 1.5 ആണ് നമുക്ക് എം ഡി കിട്ടിയത്. ഈ 1.5നെ മീഡിയനായ 6 കൊണ്ട് ഹരിക്കുക. 1.5നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 0.25 എന്ന് കിട്ടും. 0.25 എന്ന് കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി നമുക്ക് 0.25 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എം ഡിയും മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും നമ്മൾ കണ്ടെത്തുക. ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? മീഡിയൻ കണ്ടെത്തണം. മീഡിയൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം? CF, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തിയതിനു ശേഷം മീഡിയൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അങ്ങനെ മീഡിയൻ കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5 ആണ്. ഈ 8.5 എന്ന് പറയുന്ന തുക CF കോളത്തിൽ ഏത് സംഖ്യയുമായി പോകും നോക്കണം. 11മായി പോകും. 11ന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സംഖ്യ എക്സ് കോളത്തിൽ ആദ്യത്തെ കോളത്തിലെ സംഖ്യ 6 ആണ്. അതുകൊണ്ട് നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞ എത്ര കിട്ടിയത്? മീഡിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 6 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ മോഡുലസ് കണ്ടെത്തി. മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് മീഡിയൻ എന്നാണ്. മോഡുലസ് കണ്ടെത്തിയതിനു ശേഷം നമ്മൾ എഫിന്റെ മോഡുലസ് കണ്ടെത്തി. അതായത് ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളവും മോഡുലസ് കോളത്തിലെ തുകയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന തുകയാണ് എഫ് മോഡുലസ്. അതിനുശേഷം നമ്മൾ സിഗ്മ എഫ് മോഡുലസ് ഇപ്പൊ കണ്ടെത്തിയ കോളത്തിൽ ഈ അവസാനത്തെ കോളത്തിന്റെ എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലെ രണ്ടാമത്തെ കോളമായ എഫ് കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തി. അതാണ് സിഗ്മ എഫ് 16. അതിനുശേഷം നമ്മൾ എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എം ഡി is equal to or mean deviation is equal to sigma ft dash sigma f modulus divided by sigma f എന്നാണ് ഇക്വേഷൻ. അങ്ങനെ നമുക്ക് എം ഡി 1.5 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്തി. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ എം ഡി ഡിവൈഡ് ബൈ മീഡിയൻ എന്നായിരുന്നു. 1.5നെ മീഡിയനായ 6 കൊണ്ട് ഹരിച്ചപ്പോൾ 0.25 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് എം ഡിയും അതുപോലെ തന്നെ മീൻ ഡീവിയേഷനും നമ്മൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലും ഇൻഡിവിജ്വൽ സീരീസിലും മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താൻ പഠിച്ചു. ഇനി ഒരു സീരീസും കൂടി ഉണ്ടല്ലോ, കണ്ടിന്യൂസ് സീരീസ്, സന്തത ശ്രേണി. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. കണ്ടിന്യൂസ് സീരീസിന്റെ അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തലാണ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് എടുത്തു പറയും. ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തിൽ നിന്നാണോ മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ പറയുന്നത് അത് കണ്ടെത്തലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കണ്ടെത്തലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പുകൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അരിതമാറ്റിക് മീനും മീഡിയനും മോഡും കണ്ടെത്താൻ പഠിക്കൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിന് നിർബന്ധമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കണ്ടെത്തലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് മിഡ് പോയിന്റ് ഓർ എം. മിഡ് പോയിന്റ് കണ്ടെത്തുക, മധ്യവില കണ്ടെത്തുക. കണ്ടിന്യൂസ് സീരീസിന്റെ മധ്യവില കണ്ടെത്തലാണ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. മിഡ് പോയിന്റ് അഥവാ മധ്യവില എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടി, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് നമ്മൾ മിഡ് പോയിന്റ് അഥവാ മധ്യവില എന്ന് വിളിക്കുക. മധ്യവില സമം ഉച്ചപരിധി കൂട്ടണം നീചപരിധി ഹരിക്കണം 2 എന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചൊരു കാര്യമാണ്. മിഡ് പോയിന്റ് കാണാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് മിഡ് പോയിന്റ്. ഉദാഹരണം 0 to 10 ഇതൊരു ക്ലാസ് ആണല്ലോ. 0 to 10 ഒരു ക്ലാസ് ആണല്ലോ. ഇതിൽ അപ്പർ ലിമിറ്റ് എത്രയാണ്? ഏറ്റവും വലിയ സംഖ്യയാണ് അപ്പർ ലിമിറ്റ് 10. ഇതിൽ ലോവർ ലിമിറ്റ് എത്രയാണ്? ഏറ്റവും ചെറിയ സംഖ്യ 0. അപ്പർ ലിമിറ്റ് 10ഉം ലോവർ ലിമിറ്റ് 0ഉമാണ്. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അറിയാം. മിഡ് പോയിന്റ് is equal to അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 10 + 0 ഹരിക്കണം 2, അതായത് 10 ഹരിക്കണം 2, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. ഇങ്ങനെയാണ് നമ്മൾ മിഡ് പോയിന്റ് കണ്ടെത്തുക. അപ്പൊ മിഡ് പോയിന്റ് കണ്ടെത്തലാണ് നമ്മൾ ഒരു കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കണം,
ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മോഡുലസ് കണ്ടെത്തിയതുപോലെയല്ല കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഇസ് ഈക്വൽ ടു എം മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. മിഡ് പോയിന്റിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കുറച്ച് കിട്ടുന്ന തുകയാണ് കണ്ടിന്യൂസ് സീരീസിൽ ഈ ഒരു മോഡുലസ് എന്ന് പറയുന്നത്. മോഡുലസ് ഇസ് ഈക്വൽ ടു എം മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. മിഡ് പോയിന്റിൽ നിന്നും കണ്ടിന്യൂസ് സീരീസിലെ മിഡ് പോയിന്റിൽ നിന്നും മധ്യവിലയിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കുറച്ചാൽ കിട്ടുന്ന തുകയാണ് കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഡിസ്ക്രീറ്റ് സീരീസിലും ഇൻഡിവിജ്വൽ സീരീസിലും എങ്ങനെയായിരുന്നു മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? എം മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നായിരുന്നില്ല ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? മോഡുലസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നായിരുന്നു. കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? കണ്ടിന്യൂസ് സീരീസിൽ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മോഡുലസ് കണ്ടെത്തുന്ന പോലെയല്ല കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താൻ. മോഡുലസ് ഇസ് ഈക്വൽ ടു എം മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ്. മധ്യവിലയിൽ നിന്നും മിഡ് പോയിന്റിൽ നിന്നും അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കുറച്ചാൽ കിട്ടുന്ന തുകയാണ് കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ്. ഇങ്ങനെ മോഡുലസ് കണ്ടുപിടിക്കലാണ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിൽ രണ്ട് കോളം ഉണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ സംഖ്യയും മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്മൾ മോഡുലസും തമ്മിൽ ഗുണിക്കുക. അതാണ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിലെ സംഖ്യയും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് എഫ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ് എന്നാണ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള നാലാമത്തെ സ്റ്റെപ്പ്. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലുള്ള തുകയും നമ്മൾക്ക് മോഡുലസ് കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയും തമ്മിൽ ഗുണിക്കുക. അതാണ് എഫ് മോഡുലസ്. ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. ഇങ്ങനെ നാലാമത്തെ സ്റ്റെപ്പ് പ്രകാരം എഫ് ഇൻറ്റു മോഡുലസ് ഫ്രീക്വൻസി ഇൻറ്റു മോഡുലസ് കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളവും മോഡുലസ് കോളവും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന തുകകളുടെ ടോട്ടൽ കണ്ടെത്തുക. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തുക. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് ഫ്രീക്വൻസി കോളത്തിന്റെ കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ ആവർത്തി കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. തുകകളുടെ മൊത്തം കണ്ടുപിടിക്കുക. അതാണ് ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ സംഖ്യകളുടെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് മീൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ് ഏഴാമത്തെ സ്റ്റെപ്പ്. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എം ഡി is equal to or mean deviation is equal to sigma f modulus divided by sigma f എന്നാണ് ഇക്വേഷൻ. എം ഡി is equal to sigma f modulus divided by sigma f എന്നാണ് ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഒന്ന് തന്നെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകളാണ് കണ്ടിന്യൂസ് സീരീസിൽ ഫോളോ ചെയ്യേണ്ടത് മീൻ ഡീവിയേഷൻ കണ്ടെത്താനായി. ഞാൻ ആ സ്റ്റെപ്പുകൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. കണ്ടിന്യൂസ് സീരീസിന്റെ അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തലാണ് മീൻ ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് എം അഥവാ മിഡ് പോയിന്റ് കണ്ടെത്തുക, മധ്യവില കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് മിഡ് പോയിന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ് ഇക്വേഷൻ. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് മോഡുലസ് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കണം, ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മോഡുലസ് കണ്ടെത്തിയ പോലെയല്ല കണ്ടിന്യൂസ് സീരീസിലും മോഡുലസ് കണ്ടെത്താൻ. കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് മോഡുലസ് ഇസ് ഈക്വൽ ടു എം മൈനസ് ഓർ മിഡ് പോയിന്റ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. ഇങ്ങനെ മോഡുലസ് കണ്ടെത്തിയതിനു ശേഷം നാലാമത് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ തുകയും മോഡുലസ് കണ്ടെത്തിയപ്പോൾ കിട്ടിയ തുകയും തമ്മിൽ ഗുണിക്കുക. അതാണ് എഫ് മോഡുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫ് മോഡുലസ് കണ്ടെത്തലാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ നാലാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എഫ് മോഡുലസ് കിട്ടും. ആ എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിന്റെ ടോട്ടൽ കണ്ടുപിടിക്കലാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ്. അതായത് കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ തുകകളുടെ ടോട്ടൽ കണ്ടുപിടിക്കുക.
അതാണ് ഈ ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് മീൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. മീൻ ഡീവിയേഷൻ is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? കണ്ടിന്യൂസ് സീരീസിൽ കോഎഫിഷ്യന്റ് ഓഫ് എം ഡി is equal to എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് കണ്ടിന്യൂസ് സീരീസുമായി ബന്ധപ്പെട്ട് മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ചെയ്തുകൊണ്ട് നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി നമുക്ക് പഠിക്കാം. കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറയുന്നത്? ഫൈൻഡ് ഔട്ട് മീൻ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. മോഡ് ഉപയോഗിച്ചുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കോളം ഉണ്ട്, ഫ്രീക്വൻസി കോളം ഉണ്ട്. ക്ലാസ് കോളത്തിൽ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ഫ്രീക്വൻസി 6, 9, 20, 5, 10 അങ്ങനെ ഫ്രീക്വൻസി എഫ് കോളം കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളോട് മോഡ് കണ്ടെത്തിയിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മോഡ് ഉപയോഗിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കണ്ടിന്യൂസ് സീരീസിന്റെ സന്തത ശ്രേണിയുടെ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് മീൻ ഡീവിയേഷനെ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. അരിതമാറ്റിക് മീനോ അല്ലെങ്കിൽ മീഡിയനോ അല്ലെങ്കിൽ മോഡോ കണ്ടെത്തലാണ് കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷൻ കണ്ടെത്താനുള്ള എം ഡി കണ്ടെത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മോഡിൽ നിന്നാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ എന്ന് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് മീൻ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മോഡ്. മോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കണ്ടെത്താൻ ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം അരിതമാറ്റിക് മീൻ ആയിരിക്കോ മീഡിയൻ ആയിരിക്കോ മോഡ് ആയിരിക്കോ കണ്ടെത്തേണ്ടത്? മോഡാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം നമ്മള് മോഡ് കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് സീരീസിന്റെ മോഡ് കണ്ടുപിടിച്ചിട്ട് വേണം മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ കണ്ടിന്യൂസ് സീരീസിന്റെ മോഡ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിന്റെ മോഡ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ +1 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 5ാമത്തെ അധ്യായമായ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. കണ്ടിന്യൂസ് സീരീസിന്റെ മോഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മോഡ് ക്ലാസ് കണ്ടുപിടിക്കണം. മോഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി കോളത്തിലെ കണ്ടിന്യൂസ് സീരീസിലെ 2ാമത്തെ കോളത്തിലെ ഏറ്റവും വലിയ സംഖ്യയുടെ എതിർവശം വരുന്ന ക്ലാസ് ആണ് മോഡ് ക്ലാസ്. കണ്ടിന്യൂസ് സീരീസിലെ 2ാമത്തെ കോളത്തിലെ ഏറ്റവും വലിയ സംഖ്യയുടെ എതിർവശം വരുന്ന ക്ലാസ് ആണ് മോഡ് ക്ലാസ്. ഇവിടെ നോക്കിയേ, ഇതിൽ 2ാമത്തെ കോളത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 20 അല്ലേ? ഈ 20ന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ക്ലാസ് ഏതാണ്? 20 to 30. അപ്പൊ മോഡ് ക്ലാസ് ഇവിടെ എത്രയാണ്? 20 to 30 ആണ് മോഡ് ക്ലാസ് കിട്ടി. ഇങ്ങനെ മോഡ് ക്ലാസ് കണ്ടെത്തിയതിനു ശേഷം പിന്നീട് കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യലാണ്. മോഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? L plus D1 divided by D1 plus D2 into C എന്നാണ് ഇക്വേഷൻ. കണ്ടിന്യൂസ് സീരീസിൽ മോഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. മോഡ് is equal to L plus D1 divided by D1 plus D2 into C എന്നാണ് ഇക്വേഷൻ. ഇതില് L കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? D1 എന്താണ് ഉദ്ദേശിക്കുന്നത്? D2 എന്താണ് ഉദ്ദേശിക്കുന്നത്? C കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയാം. ഈ ഇക്വേഷനിലെ ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയ മോഡ് ക്ലാസ് ഉണ്ടല്ലോ 20 to 30. ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യയാണ് 20 to 30 ഏറ്റവും ചെറിയ സംഖ്യയാണ് L കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20 to 30 ഏറ്റവും ചെറിയ സംഖ്യ 20 ആണ്. അതുകൊണ്ട് L 20 ആണ്. ലോവർ ലിമിറ്റ് 20 ആണ്. ഇനി ഇതിൽ D1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ കിട്ടിയ മോഡ് ക്ലാസിന്റെ എതിർവശം വരുന്ന 2ാമത്തെ കോളത്തിലെ സംഖ്യയും അതിന്റെ തൊട്ടു മുകളിലുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് D1. നമുക്ക് ഇപ്പൊ കിട്ടിയ മോഡ് ക്ലാസിന്റെ എതിർവശം വരുന്ന സംഖ്യയും അതിന്റെ തൊട്ടു മുകളിലുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം.
നമുക്ക് കിട്ടിയ മോഡ് ക്ലാസ് 20/30 ആണ്. അതിന്റെ എതിർവശം വരുന്ന രണ്ടാമത്തെ കോളത്തിലെ സംഖ്യ 20 ആണ്. അതിന് തൊട്ട് മുകളിലുള്ള സംഖ്യ 9 ആണ്. 20ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസമാണ് D1. 20ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസമാണ് D1. 20ന്ന് 9 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 11 ആണ് കിട്ടുക. അപ്പൊ D1 നമുക്ക് 11 കിട്ടി. ഇനി അടുത്ത എന്താണ്? D2 കണ്ടുപിടിക്കണം. D2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടിയ മോഡ് ക്ലാസിന്റെ എതിർവശം വരുന്ന രണ്ടാമത്തെ കോളത്തിലെ സംഖ്യയും അതിന് തൊട്ട് താഴെയുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. D2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മോഡ് ക്ലാസിന്റെ എതിർവശം വരുന്ന രണ്ടാമത്തെ കോളത്തിലെ സംഖ്യയും അതിന് തൊട്ട് താഴെയുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് കിട്ടിയ മോഡ് ക്ലാസ് 20/30 ആണ്. അതിന്റെ എതിർവശം വരുന്ന സംഖ്യ 20 ആണ്. അതിന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ 15 ആണ്. അപ്പൊ D2 എന്ന് പറഞ്ഞാൽ എന്താ? 20ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം. അതായത് D2 കാണാൻ 20ന്ന് 5 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇനി C എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ. മോഡ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഈ ക്ലാസ്സുകളിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉച്ചപരിധി നീചപരിധിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ക്ലാസ്സുകളിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യത്യാസത്തിലാണ് പോണത്? 10 ആണ്. അപ്പൊ C എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ മോഡ് കണ്ടെത്താനുള്ള ഇക്വേഷനിക്ക് ആവശ്യമായ L ലോവർ ലിമിറ്റ് കിട്ടി, D1 കിട്ടി, D2 കിട്ടി, C യും കിട്ടി. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ പോരെ? നമ്മൾ എഴുതാം മോഡ് is equal to L പ്ലസ് L എന്ന് പറയുന്നത് 20 ആണ്. 20 പ്ലസ് D1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി 11 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2. അതായത് 11 പ്ലസ് D2 15 ആണ് ഇൻറ്റു C. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 15 എത്രയാണ്? 26 ആണ്. 11ഉം 15 കൂട്ടി 26 ആണ് ഇൻറ്റു C. നമുക്കറിയാം ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് പ്രകാരം മാത്സിലുള്ള ഒരു റൂളാണ്. ആ റൂള് പ്രകാരം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവിഷൻ ആണ് ചെയ്യുന്നത്. ആദ്യം ഹരിക്കണം, അതിനുശേഷം ഗുണിക്കണം, അതിനുശേഷം കൂട്ടണം. C എന്ന് പറയുന്നത് 10 ആണ്. ആദ്യം ഹരിക്കണം, അതിനുശേഷം ഗുണിക്കണം, അതിനുശേഷം കൂട്ടണം. അത് ആദ്യം നമ്മൾ 11നെ 26 കൊണ്ട് ഹരിക്കണം, അങ്ങനെ കിട്ടിയ തുകയെ 10 കൊണ്ട് ഗുണിക്കണം, അങ്ങനെ കിട്ടിയ തുകയെ 20 കൊണ്ട് കൂട്ടണം. ആദ്യം 11/26 ചെയ്യണം, അതിനുശേഷം 10 കൊണ്ട് ഗുണിക്കണം, അതിനുശേഷം 20 കൊണ്ട് കൂട്ടണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മോഡ് 24.23 എന്ന് കിട്ടും. മോഡ് നമുക്ക് 24.23 എന്ന് കിട്ടും. അപ്പൊ മോഡ് നമ്മൾ കണ്ടെത്തി. മോഡ് കണ്ടെത്താനായി നമ്മൾ ആദ്യം ചെയ്തത് എന്താ? മോഡ് ക്ലാസ് കണ്ടെത്തലാണ് ആദ്യം ചെയ്തത്. മോഡ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിലെ ഏറ്റവും വലിയ സംഖ്യയുടെ എതിർവശം വരുന്ന ക്ലാസ് ആണ് മോഡ് ക്ലാസ്. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളം F കോളാണ്. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 20 ആണ്. ഇതിന്റെ എതിർവശം വരുന്ന ക്ലാസ് 20/30 ആണ്. മോഡ് ക്ലാസ് 20/30. അതിനുശേഷം നമ്മൾ മോഡ് കണ്ടെത്താൻ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. മോഡ് is equal to L പ്ലസ് D1 ഹരിക്കണം D1 പ്ലസ് D2 ഇൻറ്റു C എന്നാണ് ഇക്വേഷൻ. ഇതിലെ L എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മോഡ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് 20 ആണ് L. ഇനി D1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മോഡ് ക്ലാസിന്റെ എതിർവശം വരുന്ന സംഖ്യയും തൊട്ടു മുകളിലുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 20-9 തമ്മിലുള്ള വ്യത്യാസം 11. D2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മോഡ് ക്ലാസിന്റെ എതിർവശം വരുന്ന രണ്ടാമത്തെ കോളത്തിലെ സംഖ്യയും അതിന് തൊട്ട് താഴെയുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 20-5 തമ്മിലുള്ള വ്യത്യാസം 15. C എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ. ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അപ്പൊ മോഡ് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 24.23 കിട്ടി. അപ്പൊ മോഡ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ അപ്പോ മീൻ ഡീവിയേഷൻ നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ കണ്ടെത്താനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? മിഡ് പോയിന്റ് കണ്ടെത്തുക, മധ്യവില കണ്ടെത്തുക. എങ്ങനെ മധ്യവില കണ്ടെത്തുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയാണ് മിഡ് പോയിന്റ് അഥവാ മധ്യവില. അതായത് ഇവിടെ നോക്കിയ ആദ്യത്തെ ക്ലാസിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണാം? അപ്പർ ലിമിറ്റ് 10 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. മിഡ് പോയിന്റ് കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നാണ്. അതായത് 10 പ്ലസ് 0 ഹരിക്കണം 2 സമം 5 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരിക? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 10ന്റെയും 0ന്റെയും സെന്ററിലുള്ള സംഖ്യ 5. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇക്വേഷൻ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുക? 20ന്റെയും 10ന്റെയും മധ്യത്തിലുള്ള സംഖ്യ 15. അടുത്തതോ 30ന്റെയും 20ന്റെയും മധ്യത്തിലുള്ള സംഖ്യ 25. അടുത്തതോ 40ന്റെയും 30ന്റെയും മധ്യത്തിലുള്ള സംഖ്യ 35. അടുത്തതോ 50ന്റെയും 40ന്റെയും മധ്യത്തിലുള്ള സംഖ്യ 45. അപ്പൊ മിഡ് പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടി? 5, 15, 25, 35, 45 അങ്ങനെ മിഡ് പോയിന്റ് കിട്ടി. ഇങ്ങനെ മിഡ് പോയിന്റ് കണ്ടെത്തിയതിനു ശേഷം കണ്ടിന്യൂസ് സീരീസിൽ MD കണ്ടെത്താനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ഔട്ട് മോഡുലസ്. മോഡുലസ് കണ്ടെത്തുക. മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? മോഡുലസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ മോഡ് ഉപയോഗിച്ചിട്ട് മീൻ ഡീവിയേഷൻ കണ്ടെത്തൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയായി മാറി? മോഡുലസ് ഈസ് ഈക്വൽ ടു M മൈനസ് മിഡ് പോയിന്റ് മൈനസ് മോഡ് എന്നായി.
കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മളോട് മോഡ് ഉപയോഗിച്ചിട്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടെത്താൻ പറഞ്ഞത്. അതുകൊണ്ട് മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ മോഡുലസ് ഇസ് ഈക്വൽ ടു എം മൈനസ് മോഡ് എന്നായി. എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. മിഡ് പോയിന്റ് മോഡ് നമ്മൾ 24.23 എന്ന് കണ്ടെത്തി. അപ്പൊ മോഡുലസ് എങ്ങനെ കാണാം? എം മൈനസ് മിഡ് പോയിന്റ് മൈനസ് മോഡ് എന്നാണ്. മിഡ് പോയിന്റ് 5 ആണ്. മോഡ് നമുക്ക് 24.23 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 5 മൈനസ് 24.23 മൈനസിന്റെ ചിഹ്നം ഇടണ്ട. നമ്മൾ സാധാരണയായിട്ട് മാത്സിൽ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ആ കിട്ടുക. മീൻ ഡീവിയേഷൻ കണ്ടെത്തുമ്പോൾ നമ്മൾ മൈനസിന്റെ ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല. 5ന്ന് 24.25 മൈനസ് ചെയ്താൽ നമുക്ക് 19.23 എന്ന് കിട്ടും. 19.23. അടുത്തത് എങ്ങനെ ചെയ്യാം? 15 മൈനസ് മിഡ് പോയിന്റ് 15 ആണ്. 15 മൈനസ് മോഡ് 24.23 ആണ്. 15 മൈനസ് 24.23 ചെയ്യും. മൈനസ് ചെയ്താൽ നമുക്ക് 9.23 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരിക? 25 മൈനസ് 24.23 സമം 0.77 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരിക? 35 മൈനസ് 24.23 സമം 10.67 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരിക? 45 മൈനസ് 24.23 സമം 20.77 എന്ന് കിട്ടും. 20.77 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ മോഡുലസ് കണ്ടെത്തി. മോഡുലസ് കണ്ടെത്താൻ നമുക്ക് നമ്മൾ മിഡ് പോയിന്റിൽ നിന്നും മധ്യവിലയിൽ നിന്നും മോഡ് നമുക്ക് കിട്ടിയ മോഡായ 24.23 മൈനസ് ചെയ്തു. അങ്ങനെ നമുക്ക് മോഡുലസ് കിട്ടി. അങ്ങനെ മോഡുലസ് കണ്ടെത്തിയതിനു ശേഷം പിന്നീട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് എഫ് മോഡുലസ്, ഫ്രീക്വൻസി ഇൻറ്റു മോഡുലസ് കണ്ടെത്തുക. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളമായ എഫ് കോളത്തിലെ സംഖ്യയും ഇപ്പോൾ നമുക്ക് കിട്ടിയ മോഡുലസിലെ തുകയും തമ്മിൽ ഗുണിക്കുക. അതായത് 6 ഇൻറ്റു 19.23, 9 ഇൻറ്റു 9.23, 20 ഇൻറ്റു 0.77, 5 ഇൻറ്റു 10.67, 10 ഇൻറ്റു 20.77. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് മോഡുലസ് കിട്ടുക. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ എങ്ങനെ വരിക? എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എഫ് കോളം ഇൻറ്റു മോഡുലസ് കോളത്തിലെ സംഖ്യ, മോഡുലസ് കോളത്തിലെ സംഖ്യ. 6 ഇൻറ്റു 19.23 സമം എത്ര കിട്ടും? 115.38 എന്ന് കിട്ടുക. 115.38. അടുത്തത് എങ്ങനെ വരിക? എഫ് ഇൻറ്റു മോഡുലസ് കോളത്തിലെ തുക 9 ഇൻറ്റു 9.23 സമം 83.07. അടുത്തത് എങ്ങനെ വരിക? 20 ഇൻറ്റു 0.77. 20 ഇൻറ്റു 0.77 സമം 15.4 എന്ന് കിട്ടും. 15.4. അടുത്തത് എങ്ങനെയാണ്? 5 ഇൻറ്റു 10.67. 5 ഇൻറ്റു 10.67 സമം 53.35 എന്ന് കിട്ടും. അടുത്തത് എങ്ങനെ വരിക? 10 ഇൻറ്റു 20.77. 10 ഇൻറ്റു 20.77 സമം 207.7 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എഫ് ഇൻറ്റു മോഡുലസ് കണ്ടെത്തി. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളവും മോഡുലസ് കോളത്തിലെ സംഖ്യയും തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എഫ് മോഡുലസ് കിട്ടി. ഇനി ഫോളോ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് സിഗ്മ എഫ് മോഡുലസ്. അല്ലെ, ഇപ്പൊ കണ്ടെത്തിയ എഫ് മോഡുലസ് എന്ന് പറയുന്ന കോളത്തിലെ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് സിഗ്മ എഫ് മോഡുലസ് എന്ന് പറയുന്നത്. സിഗ്മ എഫ് മോഡുലസ് കണ്ടെത്തുക. അതായത് ഈ കോളത്തിലെ സംഖ്യകളൊക്കെ കൂട്ടുക. 115.38 പ്ലസ് 83.07 പ്ലസ് 15.4 പ്ലസ് 53.35 പ്ലസ് 207.7. ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് 474.9 എന്ന് കിട്ടും. 474.9 നമുക്ക് സിഗ്മ എഫ് മോഡുലസ് നമുക്ക് 474.9 എന്ന് കിട്ടും. അങ്ങനെ സിഗ്മ എഫ് മോഡുലസ് കണ്ടെത്തിയതിനു ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സിഗ്മ എഫ് കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ. അതായത് ഈ 6 പ്ലസ് 9 പ്ലസ് 20 പ്ലസ് 5 പ്ലസ്
10. ഈ കോളം കൂട്ടിയാൽ നമുക്ക് 50 എന്ന് കിട്ടും. സിഗ്മ എഫ് നമുക്ക് 50 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം മോഡുലസ് കണ്ടെത്താൻ ഇക്വേഷനിക്ക് ആവശ്യമായ സിഗ്മ എഫ് മോഡുലസും കിട്ടി, സിഗ്മ എഫും കിട്ടി. ഇനി നമുക്ക് മോഡുലസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ. എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് എന്ന് പറയുന്നത് 474.9 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നത് 50 ആണ്. 474.9 ആയിരിക്കണം 50 ചെയ്താൽ നമുക്ക് 9.498 എന്ന് കിട്ടും. എം ഡി നമുക്ക് മീൻ ഡിവിഷൻ നമുക്ക് 9.498 എന്ന് കിട്ടും. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്തണം. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് എം ഡി is equal to എം ഡി ഡിവൈഡഡ് ബൈ അരിതമാറ്റിക് മീൻ ഓർ മീഡിയൻ ഓർ മോഡ് എന്നാണ് ഇക്വേഷൻ. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ മോഡ് ഉപയോഗിച്ചിട്ടാണ് മീൻ ഡിവിഷൻ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്താൻ ഇക്വേഷൻ എങ്ങനെ മാറും? കോഎഫിഷ്യന്റ് ഓഫ് എം ഡി is equal to എം ഡി ഡിവൈഡഡ് ബൈ മോഡ് എന്നായിരിക്കും ഇക്വേഷൻ. കാരണം നമ്മളോട് മോഡ് ഉപയോഗിച്ചിട്ടാണ് എം ഡി കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എം ഡി നമുക്ക് എത്ര കിട്ടിയത്? 9.498 ആണ് നമുക്ക് എം ഡി കിട്ടിയത്. മോഡ് നമുക്ക് എത്ര കിട്ടിയിരുന്നത്? 24.23 നമുക്ക് മോഡ് കിട്ടിയിരുന്നത്. അപ്പോൾ 9.498നെ 24.23 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 0.3919 എന്ന് കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി നമുക്ക് 0.3919 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡിവിഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡിവിഷനും കണ്ടെത്താം. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നമ്മൾ മോഡ് കണ്ടെത്തണം. മോഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മോഡ് ക്ലാസ് കണ്ടെത്തണം. മോഡ് ക്ലാസ് കണ്ടെത്തിയതിന് ശേഷം മോഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ മോഡ് കണ്ടെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ മിഡ് പോയിന്റ് ആണ് കണ്ടെത്തേണ്ടത്. മധ്യവില കണ്ടെത്തണം. ഇങ്ങനെ മധ്യവില കണ്ടെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ മോഡുലസ് കണ്ടെത്തണം. കണ്ടിന്യൂസ് സീരീസിൽ മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? മോഡുലസ് is equal to എം മൈനസ് മോഡ് എന്നാണ്. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്നും മോഡ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് മോഡുലസ് കിട്ടി. ഇങ്ങനെ മോഡുലസ് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എഫ് മോഡുലസ് കണ്ടെത്തി. എഫ് മോഡുലസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളവും മോഡുലസിലെ തുകയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന തുകയാണ് എഫ് മോഡുലസ്. ഇങ്ങനെ എഫ് മോഡുലസ് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ സിഗ്മ എഫ് മോഡുലസ് ഇപ്പോൾ അവസാനത്തെ കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ സിഗ്മ എഫ് കണ്ടെത്തി. കണ്ടിന്യൂസ് സീരീസിലെ രണ്ടാമത്തെ കോളത്തിന്റെ ടോട്ടൽ കണ്ടെത്തി. അതിനുശേഷം നമ്മൾ എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എം ഡി is equal to സിഗ്മ എഫ് മോഡുലസ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് സിഗ്മ എഫ് മോഡുലസ് 474.9 എന്നാണ് കിട്ടിയത്. സിഗ്മ എഫ് 50 എന്നാണ് കിട്ടിയത്. അപ്പോൾ എം ഡി കാണാൻ 474.9നെ 50 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 9.498 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് എം ഡി കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. കോഎഫിഷ്യന്റ് ഓഫ് എം ഡി is equal to എം ഡി ഡിവൈഡ് ബൈ മോഡ് എന്നാണ്. എം ഡി നമുക്ക് 9.498 കിട്ടിയത്. അതിനെ മോഡായ 24.23 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എം ഡി 0.3919 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും വ്യക്തമായി നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.